ഹായ്, എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള റോസ് ചെടിയുടെ മുരടിപ്പൊക്കെ മാറി പുതിയ തളിരുകൾ വരാനും പൂക്കൾ ഉണ്ടാവാനും ഞാൻ കൊടുക്കുന്ന വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. റോസ് ചെടി ഇഷ്ടമല്ലാത്തവരെ ആരും ഉണ്ടാവില്ല. പക്ഷേ നല്ല കെയറിങ് അത്യാവശ്യമുള്ള ചെടിയാണ് റോസ് ചെടി. 4-5 മണിക്കൂർ സൂര്യപ്രകാശവും ആവശ്യത്തിന് വെള്ളവും വളവും റോസ് ചെടിക്ക് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള റോസ് ചെടി മുരടിപ്പൊക്കെ മാറി പുതിയ തളിർപ്പുകളൊക്കെ വന്ന് പൂമുട്ടുകൾ ഇടാൻ വേണ്ടി എന്ത് വളമാണ് ഞാൻ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ റോസ് ചട്ടിയുടെ താഴെയുള്ള പുല്ലുകളൊക്കെ നീക്കി നല്ലപോലെ മണ്ണ് ഇളക്കി കൊടുക്കണം. നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും മണ്ണ് ഇളക്കിയിട്ട് വേണം വളങ്ങൾ ചെയ്തു കൊടുക്കാൻ. അങ്ങനെയാകുമ്പോഴാണ് വളങ്ങൾ എല്ലായിടത്തേക്കും പെട്ടെന്ന് എത്തുകയും ചെടിക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുള്ളൂ. ചെടിയുടെ ചുവട്ടിലെ മേൽമണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ ചെടിയുടെ വേരുകൾക്ക് കേടുവരാതെ വേണം നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കാൻ. ഇനി ഞാൻ റോസിന് ഇട്ടുകൊടുത്ത വളത്തെക്കുറിച്ച് നോക്കാം. ഇത് പൊട്ടാഷ് ആണ്. ഇത് ഒരു പൊടി രൂപത്തിലാണ് ഉള്ളത്. ഇത് ഫാക്ടംബോസ്. ഇതിന് വെള്ള നിറവും ചരല് പോലെയുമാണ് ഉള്ളത്. ഇത് ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും തരുന്നു. ഇതിൽ 20% നൈട്രജൻ, 20% ഫോസ്ഫറസ്, 13% സൾഫർ എന്നിവയാണ് ഫാക്ടംബോസിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ചെടിയുടെ വലിപ്പം നോക്കി 5 മുതൽ 8 ഗ്രാം വരെ ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം. 3:1 എന്ന ക്രമത്തിൽ വേണം ഇത് ഇട്ടുകൊടുക്കാൻ. 3 എന്ന് പറയുന്നത് ഫാക്ടംബോസും 1 എന്നത് പൊട്ടാഷ് ആണ് ചേർക്കേണ്ടത്. ഇത് ചെടിയുടെ സൈഡിൽ വേണം ഇട്ടുകൊടുക്കാൻ. കുറച്ച് മണ്ണ് മാറ്റി സൈഡിൽ ചെടിയുടെ ചുറ്റും ഇട്ടുകൊടുക്കുക. ഇതൊരു രാസവളമായതിനാൽ കുറച്ച് മാത്രമേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫാക്ടംബോസിലെ നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് ചെടിയിൽ പുതിയ പൂമുട്ടുകൾ വരാനും പൂക്കളുണ്ടാവാനും സഹായിക്കുന്നു. സൾഫർ നമ്മുടെ ചെടിയിലെ ഇലകൾക്ക് വരുന്ന മഞ്ഞപ്പിനെ ഇല്ലാതാക്കുന്നു. പൊട്ടാഷ് പൂക്കൾ നല്ല വലിപ്പം കിട്ടാൻ സഹായിക്കുന്നു. വളം ഇട്ടതിന് ശേഷം വളത്തെ കാണാത്ത രീതിയിൽ മണ്ണുകൊണ്ട് മൂടുക. പൂക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഈ വളം കൊടുക്കാവുന്നതാണ്. ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. മാസത്തിലൊരിക്കൽ ഇതേപോലെ വളം ചെയ്യുകയാണെങ്കിൽ ചെടിക്ക് നല്ല വളർച്ചയും നല്ല പൂമൊട്ടുകളും ഉണ്ടാവും. ഇത് വളങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും ലഭിക്കും. വളം കാണാത്ത രീതിയിൽ മണ്ണ് കൊണ്ട് മൂടിയതിന് ശേഷം ഇത് നമുക്ക് നനച്ചു കൊടുക്കണം. ഇത് രാസവളമായതിനാൽ നമുക്ക് 2-3 ദിവസം രാവിലെയും വൈകിട്ടും നല്ലതുപോലെ ചെടി നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നട്ടുച്ചത്തെ വെയിൽ ഒഴിവാക്കി രാവിലെയും വൈകിട്ടും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ചെടി ഇനി മാറ്റിവെക്കാം.
പൂ വന്നതും ആവശ്യമില്ലാത്ത ചില്ലകളെല്ലാം മുറിച്ച് മാറ്റുക. ഇത് കൂടുതൽ ശിഖരങ്ങൾ വരാനും കൂടുതൽ മുട്ടുകൾ ഉണ്ടാവാനും സഹായിക്കും. ഇപ്പോൾ നമ്മുടെ റോസ് ചെടിയെല്ലാം വളങ്ങൾ കൊടുത്ത് ആവശ്യമില്ലാത്ത ശിഖരങ്ങളൊക്കെ വെട്ടി വെള്ളം ഒഴിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് വളങ്ങൾ കൊടുത്ത് 20 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഇതിൽ നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്, പൂമുട്ടുകൾ വന്നിട്ടുണ്ട്, ചിലതിലൊക്കെ പൂക്കളും ആയിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായി പൂക്കൾ ഉണ്ടായതാണ്. അതിൽ തന്നെ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് വളം ഇട്ട് കൊടുത്ത നമ്മുടെ ഒരു വെള്ള റോസാണ്. ഇതിൽ പൂക്കൾ ഒരു 3 പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, ബാക്കി നിറയെ മുട്ടുകളുണ്ട്. നല്ല ബ്രാഞ്ചുകളും അതിലൊക്കെ മുട്ടുകളും വന്നിട്ടുണ്ട്. വളം ചെയ്തു കൊടുത്ത എല്ലാ റോസ് ചെടിയിലും പുതിയ മുട്ടുകളും ശിഖരങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഒരു 22 ദിവസമായിപ്പിക്കും നമ്മുടെ വിരിയാൻ നിന്ന മുട്ടുകളൊക്കെ നല്ലതുപോലെ വിരിഞ്ഞിട്ടുണ്ട്. വെള്ള റോസിൻ്റെ എല്ലാ മുട്ടുകളും നല്ലതുപോലെ വിരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാസവളം ആദ്യമായിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ കുറച്ചിട്ട് പരീക്ഷിച്ച ശേഷം മാത്രം എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കുക.